ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെൽത്തി സാലഡ് റെസിപ്പിയാണ്. ചിക്കനും വെജീസും ഒക്കെ ചേർന്ന് വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു 150 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതേപോലെ നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ലൈം ജ്യൂസും ഒഴിച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. സമയമുണ്ടെങ്കിൽ മാറ്റി വെക്കുക, ഇല്ലെങ്കിൽ അപ്പം തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് മാറ്റി വെക്കാം. പിന്നെ വെജീസ് അവനവന് ഇഷ്ടമുള്ളത് എടുക്കാം. സ്വീറ്റ് കോണ് പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്, ഒരു പകുതി. വലിയൊരു കോണായിരുന്നു, അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബ്രോക്കോളി, ക്യാപ്സിക്കം, പിന്നെ ലെറ്റ്യൂസ്. ബ്രോക്കോളി നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പം ചെറിയ പച്ച കളറിലുള്ള പുഴുക്കൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഉണ്ടാവാറില്ല, ചില സമയത്ത് കാണാറുണ്ട്, അത് ശ്രദ്ധിക്കുക. സ്വീറ്റ് കോണ് കുക്കറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം 5 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പാകത്തിനുള്ള മൂപ്പുള്ള കോൺ എടുക്കാനും ശ്രദ്ധിക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ല പാകമുള്ള കോണായിരുന്നു. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഡ്രസ്സിങ്ങിനായിട്ട് കുറച്ച് ആൽമണ്ട്സ് വെള്ളത്തിൽ കുതിർത്ത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ആൽമണ്ട്സിന് പകരം അണ്ടിപ്പരിപ്പോ പനീറോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഉപ്പ്, ആൽമണ്ട്സ്, വെളുത്തുള്ളി, കുറച്ച് പാല്, 2 ടേബിൾ സ്പൂൺ പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തൊന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഒലീവ് ഓയിലും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് എടുത്തത്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ എടുക്കാം. കുറച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണിത്. ഇതുപോലത്തെ ഹെൽത്തി മയോണൈസ് റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്ത് എടുക്കുന്നത്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്ത് കിട്ടും. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്താൽ മതി. ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്താൽ മതി. അപ്പോൾ തന്നെ കുക്കായി കിട്ടും. ഇതിൽ മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ കുറേശ്ശെ ചേർക്കാം. ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഒരു 6 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മൾ ചിക്കൻ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ച് ഇതേപോലെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഓവർ കുക്കായി പോവണ്ട. ഫ്രൈ ആവുന്ന പോലെ ആയി കഴിഞ്ഞാൽ സാലഡ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് സാലഡിന് വേണ്ടത്. നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂണും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്ത് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇതും കുക്ക് ചെയ്യുന്നത്. ബ്രൊക്കോളി, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. ലെറ്റ്യൂസ് നമുക്ക് ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ഇതിൽ ചേർക്കാം. ഓരോരുത്തർക്കും ഓരോ ടൈപ്പായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്കുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക്, ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. എനിക്ക് നല്ല റോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ട് കിട്ടും. എനിക്ക് ഈ രീതി കഴിക്കാനാണ് ഇഷ്ടം. വെജിറ്റബിൾസിൻ്റെ ക്രഞ്ചിനെസ് പോവാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കോണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവിന് വേണ്ടി ലാസ്റ്റ് കഴിക്കുന്ന നേരത്ത് ക്രഷ് ചെയ്ത് പെപ്പർ സ്പ്രിങ്കിൾ ചെയ്താൽ മതി. പ്രത്യേകിച്ച് എരിവിന് വേണ്ടിയിട്ട് വേറൊന്നും ചേർത്തിട്ടില്ല. പെപ്പർ ആകെ ചിക്കനിൽ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി ലെറ്റ്യൂസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ
അരച്ച് വെച്ചിട്ടുള്ള ബാദാമിൻ്റെ ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്ര തന്നെ പണിയുള്ളൂ. നമുക്കൊരു ഡിന്നർ മീലായിട്ടൊക്കെ കഴിക്കാൻ വെച്ചാൽ നല്ല വയറ് ഫുള്ളായിട്ട് കിട്ടും. ഇത് രണ്ടാൾക്ക് കഴിക്കാനൊക്കെ ധാരാളം മതി. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ക്രീമി ടെക്സ്ചറിലുള്ളൊരു സാലഡാണ്. അപ്പം സാലഡ് ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചും കൂടെ ബാക്കി വന്ന ക്രീം ഞാനൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടികളിലൊക്കെ നമുക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.